ഏക് ബാർ. ഏക് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അർത്ഥം. ഒരിക്കൽ എന്ന് പറയാറില്ലേ, ഒരിക്കൽ ഞാൻ അവനെ കണ്ടിരുന്നു എന്ന് പറയല്ലേ, ഒരിക്കൽ. ഒരിക്കൽ മേ മേ എന്ന് പറഞ്ഞാൽ ഞാൻ, അപ്നെ ഞാൻ എൻ്റെ ഗാവ്. ഗാവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗ്രാമം എന്നാണ്, ഗ്രാമം. ജാ രഹാത്ത. ജാ രഹാത്ത. ജാ എന്ന് പറഞ്ഞാൽ പോവുക, രഹാത്ത പോവുകയായിരുന്നു എന്നായി. ജാ രഹാത്ത പോവുകയായിരുന്നു, ആ രഹാത്ത വരുകയായിരുന്നു, ഖാ രഹാത്ത കഴിക്കുകയായിരുന്നു. അപ്പം എന്തായി, ഏക് ബാർ മേ അപ്നെ ഗാവ് ജാ രഹാത്ത എന്ന് വെച്ചാൽ ഒരിക്കൽ ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു എന്നായി. അല്ലേ, ഇതേ ഓരോ വേർഡിൻ്റെ അതേ രീതിയിലാണ് അല്ലേ അർത്ഥം വരുന്നത്. നോക്കൂ, ഒരിക്കൽ ഞാൻ എൻ്റെ എന്താ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അല്ലേ, ഇത്ര സിമ്പിളാണ്. അടുത്താണ് രണ്ടാമത്തെ സെന്റൻസ്, രാസ്തേമേ എന്നാണ്. രാസ്തേമേ. രാസ്തേമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വഴിയിൽ നിന്നാണ്, വഴിയിൽ അല്ലെങ്കിൽ വഴിയിൽ വെച്ച്. ഇവിടെ കണ്ടോ, ഇവിടെയുണ്ട് മേ, ഇവിടെയുണ്ട് മേ. ഈ മേൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ ഉണ്ടോ രണ്ട് വള്ളി കാണാം അല്ലേ, മേ, അതാണ് ഞാൻ. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒന്നേ ഉള്ളൂ അല്ലേ, ഒരു വള്ളിയേ ഉള്ളൂ, മേ. ഇൽനർത്ഥം ഇൽ, ഉള്ളിൽ, ഇൽ എന്ന് പറയാം, ഇൽ, ഇൽ, മേ. ഓക്കെ, അപ്പൊ എന്തായി, രാസ്തേമേ. രാസ്തേ പറഞ്ഞാൽ വഴിയിൽ, വഴിയിൽ. അച്ചാനക്. അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്. അച്ചാനക് പെട്ടെന്ന്, അച്ചാനക് പെട്ടെന്ന്, അല്ലെങ്കിൽ അപ്രതീക്ഷമായി എന്നൊക്കെ പറയില്ല നമ്മൾ, അപ്രതീക്ഷമായിട്ട് എന്ന് പറയില്ല, അതാണ്. അപ്പൊ എന്തായി, വഴിയിൽ പെട്ടെന്ന്. തേജ്. തേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ എന്നാണ്, ശക്തമായ, ശക്തമായ. ബാരിഷ് എന്താണ്, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. അപ്പൊ ശക്തമായ മഴ. ഷുരു ഹോഗൈ. ഷുരു ഹോഗൈ. ഷുരു ഹോഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി എന്നാണ്, തുടങ്ങി. ഷുരു ഹോഗൈ, ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഷുരു ഹോഗൈ തുടങ്ങി, ആ ഷുരു ഹോഗൈ തുടങ്ങി. അപ്പൊ എന്താ, രാസ്തേ മേം അച്ചാനക് തേജ് ബാരിഷ് ഷുരു ഹോഗൈ. വഴിയിൽ പെട്ടെന്ന് ശക്തമായ മഴ തുടങ്ങി അല്ലേ. എങ്ങനെയാണോ ഇവിടെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് അതേ രീതിയിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ പ്രോപ്പറായിട്ട് തന്നെ പറയാൻ കഴിയും അല്ലേ. മലയാളവും അതുപോലെ ഹിന്ദിയും ഏകദേശം ഒരേപോലെയാണ്. അടുത്താണ് മൂന്നാമത്തെ സെന്റൻസ് കണ്ടുള്ളൂ, സടക്. സടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എന്നാണ്, റോഡിൽ. സടക്. സടക് പർ. സടക് പർ റോഡിൽ എന്നാണ്, സടക് പർ റോഡിൽ. അപ്പോൾ അവിടെ പറന്ന് പറഞ്ഞാൽ എന്നാണ്, ഇൽ എന്ന അർത്ഥം ഉണ്ടല്ലോ, ഇൽ. സടക് പർ റോഡിൽ. അപ്പൊ സടക് പർ റോഡിൽ. പാനി വെള്ളം. ബർഗയ. ബർഗയ. ബർഗയ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു എന്നാണ്, ബർഗയ. മഴ പെയ്ത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും റോഡിൽ വെള്ളം നിറയും ആണല്ലോ. അപ്പൊ എന്തായി, സടക് പർ പാനി ബർഗയ. സടക് പർ പാനി ബർഗയ. റോഡിൽ വെള്ളം നിറഞ്ഞു അല്ലേ, റോഡിൽ വെള്ളം നിറഞ്ഞു. ഓർ എന്താണോ, ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻഡ് അല്ല, ആൻഡ് അതുപോലെ, അല്ലെങ്കിൽ ആൻഡ് അല്ല, ആൻഡ് അതാണ്. ഓർ അതുപോലെ. ലോകോങ്കോ. ലോകോങ്കോ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്നാണ്, ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക്. ലോകോങ്കോ ജനങ്ങൾക്ക്. ചല്ലേമേ. ചലന എന്ന് പറഞ്ഞാൽ നടക്കുക. ചലനേമേ എന്ന് പറഞ്ഞാൽ നടക്കുന്നതിൽ അല്ലേ, നടക്കുന്നതിൽ. ചലനം. അപ്പൊ എന്താ, ലോകോങ്കോ ചലനേമേ ആളുകൾക്ക് നടക്കുന്നതിൽ. ബഹുത് എന്ന് പറഞ്ഞാൽ വളരെയധികം, വളരെയധികം അല്ലെ, വളരെ. പരേഷാനി. പരേഷാനി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പരേഷാനി ബുദ്ധിമുട്ട്, പരേഷാനി ബുദ്ധിമുട്ട്. ഹോനെ ലഗി. വേണ്ട, ഹോനെ ലഗി എന്ന് പറഞ്ഞാൽ, ഹോനെ ലഗി എന്ന് പറഞ്ഞാൽ ആയി തുടങ്ങി എന്നർത്ഥം, ആയി തുടങ്ങി, ആയി തുടങ്ങി. അപ്പൊ എന്തായി, ഇവിടെ കണ്ടോ, ലോകോങ്കോ ചലനെ മേം ബഹുത് പരേഷാനി ഹോനെ ലഗി. അർത്ഥം വെക്കാം, ആളുകൾക്ക് നടക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. പരേഷാനി ഹോനെ ലഗി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി തുടങ്ങി, ബുദ്ധിമുട്ട് ആയി തുടങ്ങി. സിമ്പിൾ അല്ലേ, ഒന്ന് പറയാം. ലോകോങ്കോ ചലനെ മേം ബഹുത് പരേഷാനി ഹോനെ ലഗി എന്നുവെച്ചാൽ ആളുകൾക്ക് നടക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നി. ഇതൊരു 4-5 തവണ ഇങ്ങനെ വായിച്ചു നോക്കൂ. ആദ്യം വായിക്കുക, ഓക്കെ. പിന്നെ നിങ്ങൾ രണ്ടാമത് വായിക്കുമ്പോൾ ആദ്യം വായിച്ചതിനേക്കാൾ കൂടുതൽ മനസ്സിലാകും. അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഒരേ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കും, പെർഫെക്റ്റ് ആവും. ചില പാട്ടുകളൊക്കെ നമ്മൾ അല്ലേ പാടി ഓട്ടോമാറ്റിക് പഠിയും, അങ്ങനല്ലേ. അല്ലാതെ പിന്നെ പാട്ടൊക്കെ ഇരുന്നിങ്ങനെ പഠിക്കല്ലേ. നമ്മൾ ഒരേ പാട്ട് വീണ്ടും പാടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി പഠിയും അല്ലേ. അതേപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ
2, 3, 4 തവണ കണ്ടു നോക്കൂ. ഓരോ തവണ കാണുമ്പോഴും നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും, പെട്ടെന്ന് വായിക്കാൻ കഴിയും. പിന്നെ അങ്ങനെയാണ്. പിന്നെ എല്ലാറ്റും ക്ഷമ വേണം, അതാണ് പ്രശ്നം. അടുത്താണ് തബി. തബി എന്ന് പറയുന്നതാണ് തബി ആ സമയത്ത് എന്നാണ്. ആ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ തബി ആ സമയത്ത് ഏക് ഒരു ബുജൂർക്ക് വേണ്ട ബുജൂർക്ക് എന്ന് പറയുന്നത് വയസ്സായതാണ്. ബുജൂർക്ക് വ്യക്തി അപ്പം എന്താ ബുജൂർക്ക് വ്യക്തി എന്ന് പറഞ്ഞാൽ വയസ്സായ വ്യക്തി. ഫിസൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നി എന്നാണ്. തെന്നൂല, നമ്മളിങ്ങനെ മഴയത്ത് ഓടിക്കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ തെന്നും. അപ്പൊ തെന്നി ഗിർഗൈ ഇവിടെ ഉണ്ടോ, ഗിർഗൈ എന്ന് പറഞ്ഞാൽ വീണു എന്നായി. ഗിർഗൈ വീണു. അപ്പൊ എന്തായി ഫിസൽക്കർ ഗിർഗൈ എന്ന് പറഞ്ഞാൽ തെന്നി വീണു എന്നായി. ഫിസൽക്കർ ഗിർഗൈ തെന്നി വീണു. ഇവിടെ ഉണ്ടോ തബി അപ്പോൾ ഏക് ബുജുർഗ് വ്യക്തി ഫിസൽക്കർ ഗിർഗൈ. എന്താർത്ഥം? ആ സമയത്ത് ഒരു വയസ്സായ വ്യക്തി അല്ലെങ്കിൽ വയസ്സായ മനുഷ്യൻ, വ്യക്തി, ആളെന്നൊക്കെ പറയാം, എന്തായി തെന്നി വീണു അല്ലേ. ആ സമയത്ത് ഒരു വയസ്സായ വ്യക്തി തെന്നി വീണു. സിമ്പിളാണല്ലോ, വളരെ സിമ്പിളാണ്. അതാണ് മേനെ ഞാൻ, മേനെ തുരന്ത് വേഗത്തിൽ, തുരന്ത് വേഗത്തിൽ. ഓക്കെ, ഞാൻ വേഗത്തിൽ ഉൻകെ അദ്ദേഹത്തിൻ്റെതാണ്. ഉൻകെ പാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ജാക്കർ പോയിട്ട് ആക്കർ വന്നിട്ട് ബൈഡ്കർ ഇരുന്നിട്ട് കാക്കർ കഴിച്ചിട്ട് പീക്കർ കുടിച്ചിട്ട് അക്കർ എന്നല്ല അക്കർ ചിട്ട് അതാണ്. അപ്പം എന്തായി ഓക്കെ മേനെ തുരന്ത് ഉൻകെ പാസ് ജാക്കർ. അതർത്ഥം വരാ ഞാൻ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ ഉഠായ എണീപ്പിച്ചു എന്നാണ്. ഉഠായ. ഓക്കെ, വീണ് കിടക്കലായിരുന്നു, അപ്പോൾ എണീപ്പിച്ചു. ഉഠായ മേനെ ആക്കു ഉഠായ, ഞാൻ നിങ്ങളെ എണീപ്പിച്ചു എന്നായി. അപ്പം മനസ്സിലായോ? ഓക്കെ. ഓർ അതുപോലെ പാസ്കി എന്ന് പറഞ്ഞാണ് പാസ്കി അടുത്തുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള അർത്ഥം. അടുത്തുള്ള. അപ്പം പാസ്കി ദുഖാൻ കട. അപ്പം പാസ്കി ദുഖാൻ അടുത്തുള്ള കട. മേ വന്നല്ലോ ഇവിടെ ഇല്ല. അപ്പം അടുത്തുള്ള കടയിൽ അല്ലേ. പാസ്കി ദുഖാൻ മേ അടുത്തുള്ള കടയിൽ ലേഖയ കൊണ്ടുപോയി എന്നാണ്. കൊണ്ടുപോയി. അപ്പം എന്തായി പാസ്കി ദുഖാൻ മേ ലേഖയ എന്ന് വെച്ചാൽ അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി എന്നായി. അദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നിട്ട് വഹാ അവിടെ മേനെ ഞാൻ അദ്ദേഹത്തിന് പാനി വെള്ളം ഓർ അതുപോലെ മദത് നിറൽ സഹായം കേട്ടോ. സഹായം ദീ നിറഞ്ഞാണ് കൊടുത്തു എന്നാണ്. ദീ പറഞ്ഞാൽ കൊടുത്തു. അപ്പം എന്തായി അവിടെ വഹാ മേനെ പാനി ഔർ മദത് ദി എന്ന് വെച്ചാൽ അവിടെ ഞാൻ അദ്ദേഹത്തിന് വെള്ളവും അതുപോലെ സഹായവും നൽകി അല്ലെങ്കിൽ കൊടുത്തു എന്നായി. അവിടെ ഞാൻ അദ്ദേഹത്തിന് വെള്ളവും അതുപോലെ സഹായവും നൽകി. മനസ്സിലായില്ലേ? എത്ര സിമ്പിളാണ്. ആ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. സിമ്പിളാണ്. അടുത്താണ് കുച്ച് ദേർ ബാദ്. ഇതൊക്കെ ഒരു വാക്യങ്ങളാണ്, ഫ്രേസുകളാണ്. ഇത് അങ്ങനെ തന്നെ ജസ്റ്റ് പഠിച്ചു വെക്കുക. കുച്ച് ദേർ ബാദ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിയുന്നതാണ്. കുച്ച് ദേർ ബാദ് കുറച്ച് സമയം ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ്. എന്തായി ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ബാരിഷ്. രുഗൈ എന്ന് പറഞ്ഞാൽ നിന്നു കേട്ടോ. രുഗൈ നിന്നു. അപ്പം എന്തായി കുച്ച് ദേർ ബാദ് ബാരിഷ് രുഗൈ. കുറച്ചു നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം മഴ നിന്നു എന്നായി അല്ലേ. മഴ നിന്നു. ഇനി അടുത്താണ് ഉനോനെ അദ്ദേഹം മുജെ എനിക്ക് അദ്ദേഹം എനിക്ക് ധന്യവാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി എന്നാണ്. ധന്യവാദ് നന്ദി. ദിയ പറഞ്ഞാൽ തന്നു എന്നാണ്. അപ്പം എന്തായി അദ്ദേഹം എനിക്ക് നന്ദി തന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണെന്ന് പറയാം. അദ്ദേഹം എനിക്ക് അല്ലെങ്കിൽ അദ്ദേഹം എന്നോട്
നന്ദി പറഞ്ഞു എന്നാട്ടോ. അദ്ദേഹം എനിക്ക് നന്ദി പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് നന്ദി പറഞ്ഞു എന്നായി. അതുകൊണ്ടോ ഉന്നോനെ മുജെ ധന്യവാദ് ദിയ, അദ്ദേഹം എന്നോട് നന്ദി പറഞ്ഞു. അടുത്താണ് ഓർ, അതുപോലെ കഹ പറഞ്ഞു. ഇവിടെ ഉണ്ടോ കഹ, ഇവിടെ കഹ എന്നാ ഇവിടെ ആ കഹ അല്ല കേട്ടോ, ഇവിടെ കഹ പറഞ്ഞു എന്നാണ്. കഹ ഖാദി എന്നല്ല, കഹ കഹ പറഞ്ഞു എന്ന് പറഞ്ഞോ. കി ഇവിടെ കീ എന്ന് പറയുന്നത് എന്നാണ്. നമ്മളല്ലേ അവന് ഡോക്ടറാണെന്ന് എന്നോട് പറഞ്ഞു, അവളൊരു നേഴ്സാണെന്ന് എന്നോട് പറഞ്ഞു. അന്ന് ഉണ്ടല്ല, അതാണ് ഇവിടെ കീ എന്ന് വെച്ചത്. കീ അപ്പം അതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞോ. ഇൻസാനിയത്ത്, ഇൻസാനിയത്ത്, ഇൻസാനിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്നാണ്. മനുഷ്യത്വം. അപ്പം എന്തായി ഇൻസാനിയത്ത്, മനുഷ്യത്വം. സബ്സെ ബഡി, വളരെ വലിയ. സബ്സെ വളരെ, ബഡി 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 എന്ന് പറഞ്ഞാൽ വലുതാണ്, വലുത്. അപ്പം എന്തായി സബ്സെ ബഡി എന്ന് പറഞ്ഞാൽ വളരെ വലുതെന്നായി. സബ്സെ ബഡി എന്ന് പറഞ്ഞാൽ വളരെ വലിയ എന്നാണ് കേട്ടോ. അപ്പം എന്തായി ഇൻസാനിയത്ത് സബ്സെ ബഡി ചീജ്. ചീജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യം എന്നാണ്, കാര്യം. അപ്പോൾ മനുഷ്യത്വം വളരെ വലിയ ഒരു കാര്യമാണ്, വലിയ കാര്യം. ഹോത്തി ഹേ ആകുന്നു. ഹോത്തി ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു, ആകുന്നു അല്ലെങ്കിൽ ആണ്. ഹോത്തി ഹേ ആകുന്നു, ആണ്. അപ്പം എന്താ പറയുക, ഇൻസാനിയത്ത് സബ്സെ ബഡി ചീസ് ഹോത്തി ഹേ എന്നർത്ഥം മനുഷ്യത്വം വളരെ വലിയ കാര്യമാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, മനുഷ്യത്വം വളരെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ലേ, സിമ്പിളാണ്. മനുഷ്യത്വം വളരെ വലിയ കാര്യമാണെന്ന് പറഞ്ഞു. ഇനി അടുത്താണ്, അപ്പോൾ ഹോത്തിയാണ് ആകുന്നു, ആണ്. അടുത്ത് യഹ്, യഹ് എന്നാണ് ഈ അല്ലെങ്കിൽ ഇത്. യഹ് ഘടന, ഘടന എന്ന് പറഞ്ഞ സംഭവം എന്നാട്ടോ. അപ്പോൾ യേ ഘടന എന്നാണല്ലോ ഈ സംഭവം. യേ ഘടന ഈ സംഭവം, യേ ഘടന ഈ സംഭവം. മുജെ എനിക്ക്, ഹമേഷ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എപ്പോഴും, യാദ് രഹത്തി ഹേ. യാദ് രഹത്തി ഹേ എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്നു എന്നാണ്. യാദ് രഹത്തി ഓർമ്മയിൽ നിൽക്കുന്നു. അപ്പം എന്തായി യേ ഘടന മുജെ ഹമേഷ യാദ് രഹത്തി ഹേ. ഈ സംഭവം എനിക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു, ഓർമ്മയിൽ നിൽക്കുന്നു. എത്ര സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നണമല്ലോ, തോന്നണം. നമ്മൾ എന്തൊരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് വീണ്ടും വീണ്ടും വായിച്ചിട്ട് എന്തിനാ ആ ബുദ്ധിമുട്ടിനെ അങ്ങനെ സിമ്പിളാക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഇതിങ്ങനെ വായിക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, രണ്ടാമത് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറയും, മൂന്നാമത് വായിക്കുമ്പോൾ വീണ്ടും കുറയും. അങ്ങനെ ഒരുപാട് വായിക്കുമ്പോൾ അതങ്ങനെ ശരിയാവും, കുറയും. പക്ഷെ നല്ല ക്ഷമയോടുകൂടി വായിക്കണം. ഇത് ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ അല്ല 2-3 ദിവസം കൊണ്ട് തന്നെ എല്ലാം കൂടെ ആവണം എന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. इसलिए आप सभी को मेरा बहुत बहुत धन्यवाद.